ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ ഫോൺ പേ, ഗൂഗിൾ പേ, ആമസോൺ പേ ഇങ്ങനെയുള്ള പല പേയ്മെന്റ് ആപ്പുകൾ വഴി നമ്മൾ പണം അയക്കാറുണ്ട്. പക്ഷെ നമ്മൾ അയക്കുന്ന പണം അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പേയ്മെന്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പേയ്മെന്റ് റിസീവ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ചില സമയത്ത് മറ്റുള്ളവർ കാണാതിരിക്കണമെങ്കിൽ, അതായത് നമ്മൾ ഫോണൊന്ന് മറ്റവരുടെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് അവരൊന്ന് ചിലപ്പോൾ കണ്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ നമ്മൾ എന്തെങ്കിലും നോക്കുന്ന സമയത്ത് അവർ കണ്ടു കഴിഞ്ഞാലൊക്കെ പ്രശ്നങ്ങളുള്ളതുണ്ടാവും. അതുപോലെ തന്നെ തീരെ ഹിസ്റ്ററി അതിൽ കാണരുത് എന്നുള്ള ചില താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ. അത് നിങ്ങൾ ചെയ്യുന്ന പേയ്മെന്റുകളുടെ ഹിസ്റ്ററി നമുക്ക് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നേരിട്ട് സെറ്റിംഗ്സിൽ കയറി ചെയ്യാൻ പറ്റില്ല. ഒന്ന് രണ്ട് സെറ്റിംഗ്സുകൾ കയറി കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് ലൈക്ക് ബട്ടൺ, എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം സ്ക്രീനിൽ തന്നെ കാണാം നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിൽ. അതിൽ നമുക്ക് കാണുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ പേയ്മെന്റ്, അങ്ങനത്തെ കുറെ പേയ്മെന്റ് ആപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഞാനിവിടെ കാണിച്ചിരുന്നത് ഗൂഗിൾ പേ. 90% ആളുകളും ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ മുൻപ് നമ്മൾ ചെയ്ത പേയ്മെന്റിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ അതൊന്ന് പേയ്മെന്റ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഏറ്റവും ടോപ്പിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണുന്നില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ നമ്മുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ UPI കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് താഴോട്ടേക്ക് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ സെറ്റിംഗ്സ് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. ആ പ്രൈവസി സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ. ഞാനിവിടെ മറ്റൊരു ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്താണ്. നമുക്കിവിടെ സെക്യൂരിറ്റി കാരണം നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇവിടെ പേഴ്സണലൈസ്ഡ് വിത്ത് ഗൂഗിൾ പേ, പേഴ്സണലൈസേഷൻ ഗൂഗിൾ പേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഗൂഗിൾ അക്കൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം മാനേജ് യുവർ ഗൂഗിൾ പേ എക്സ്പീരിയൻസ് എന്നുള്ള ഓപ്ഷനൊക്കെ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇമെയിൽ ID, നിങ്ങൾ ഏത് ഇമെയിൽ ID ആണോ നിങ്ങൾ ഗൂഗിൾ പേ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ യൂസർ ID പാസ്വേഡ് കൊടുക്കാനാണ് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഏറ്റവും ടോപ്പിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഇമെയിൽ ID ഇതല്ല എൻ്റെ ഗൂഗിൾ അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ മുകളിലുള്ള ഡ്രോപ്പ് ഡൗൺ ഏരിയയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇമെയിൽ IDയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ID, അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്ത് ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മളോട് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹിസ്റ്ററി നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളെ പേയ്മെന്റ് നടത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ദിവസം കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഡേറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷൻ്റെ ഹിസ്റ്ററി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡേറ്റ് അനുസരിച്ചിട്ട്, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ചില ദിവസങ്ങളിലാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്, ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടത്, മറ്റുള്ളവർ കാണാതെ ഒഴിവാക്കേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് ജസ്റ്റ് ആ ഡേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഡേറ്റ് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ലാസ്റ്റ് ഹവറിൽ നമ്മൾ ചെയ്ത പേയ്മെന്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റിൽ, അങ്ങനെയുള്ള 4 ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കണം. അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ രീതിയിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും. ഇനി നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നത്. നമുക്ക് ട്രാൻസാക്ഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ല, അതിൻ്റെ മേലൊരു ഇൻറ്റു മാർക്ക് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാനത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഡിലീഷൻ കംപ്ലീറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരാരും അറിയാതിരിക്കണമെങ്കിൽ ട്രാൻസാക്ഷൻസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും.